വെൽക്കം ടു അനദർ എപ്പിസോഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നോക്ക്, ഇതിനകത്ത് ഞാൻ വെള്ളം പോലും ഒരു തരി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. നമുക്ക് ചോറ് കൊണ്ട് അരച്ചെടുത്താണ്. അരച്ചെന്ന് പറയാൻ പറ്റത്തില്ല, പൊടിച്ചെടുത്തു. ഇത് പുഴുങ്ങിയെടുക്കാൻ ഇനി. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, ഒരു വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. കാരണം ചോറിനകത്ത് ഓൾറെഡി വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് വെള്ളം ഭയങ്കര ആവശ്യമില്ല. ബ്രേക്കിന് വന്നാണ്, ചോറ് കഴിക്കാൻ വന്നാണ്. ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് പോവാണ്. ഇനി എപ്പോഴാണ് വരുന്നത് വെച്ചാ? 9 മണി വരെ ഉണ്ട് ജോലി. 9 മണി എന്ന് വെച്ചാൽ 8 o'clock ആണോ? It's 9 o'clock. ഒരു സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ സസ്കാച്ചുവൻ ഹെൽത്തിനെ കുറിച്ചാണ്. നമുക്കറിയാം കാനഡയിലെ ഹെൽത്ത് മുഴുവൻ ഫ്രീ ആണ് അല്ലേ. നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്ന് വാങ്ങിക്കാൻ പൈസ കൊടുക്കണം. ആൻറ്റിബയോട്ടിക്, പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ മരുന്ന് ഇവിടെ ഫ്രീ അല്ല. ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവമാണ് മെഡിസിൻ വാങ്ങിക്കുക എന്നുള്ളത്. നിങ്ങളൊക്കെ നാട്ടിൽ നിന്ന് PR അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നു കഴിയുമ്പോൾ ആദ്യം അപ്ലൈ ചെയ്യേണ്ടത് ഹെൽത്ത് കാർഡിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഏത് പ്രോവിൻസിലോട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് ആ പ്രോവിൻസിലെ ഹെൽത്ത് കാർഡ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. അല്ലാതെ ഒരു ഹെൽത്ത് കാർഡ് കൊണ്ട് എല്ലായ്പ്പോഴും നമുക്ക് എല്ലായിടത്തും എല്ലാ പ്രോവിൻസിലും വർക്കൗട്ട് ആകത്തില്ല. മിനിമം 3 months നമുക്ക് വേറെ പ്രോവിൻസിലോട്ട് മൂവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഹെൽത്ത് കാർഡ് തന്നെ യൂസ് ചെയ്യാം. 3 മാസമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ പെർമനൻ്റ് ആകാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഏത് പ്രോവിൻസിലാണോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ആ പ്രോവിൻസിലെ ഹെൽത്ത് കാർഡ് നമ്മൾ അപ്ലൈ ചെയ്യണം. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ നാട്ടിൽ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന പോലെ നമ്മൾ ഹോസ്പിറ്റലിലോട്ടല്ല ഇവിടെ നമ്മൾ എന്തെങ്കിലും പനി, ചുമ, ജലദോഷം എന്നൊക്കെ പറഞ്ഞ് പോകുന്നത്. ഇവിടെ നമ്മൾ പോകുന്നത് ക്ലിനിക്കാണ്. ഒരു 3-4 ക്ലിനിക്കാണ് സറൗണ്ടഡ് ആയിട്ട്. ആ ഒരു ക്ലിനിക്കിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ എന്തെങ്കിലും ടെസ്റ്റിനൊക്കെ വേണമെങ്കിൽ മാത്രമേ ഉള്ളൂ ക്ലിനിക്കിൽ നിന്ന് നമ്മളെ റെഫർ ചെയ്ത് ഹോസ്പിറ്റലിൽ വിടും. ഇൻ കേസ് ലൈക്ക് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ, എക്സ്റേ എടുക്കണമെങ്കിൽ, CT എടുക്കണമെങ്കിൽ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലിനിക്കിൽ നിന്ന് ഡോക്ടേഴ്സ് റെഫർ ചെയ്ത് ഹോസ്പിറ്റലിലോട്ട് വിടും. അങ്ങനെ മാത്രമേ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാൽ മതി. ബാക്കി എല്ലാ ചെക്കപ്പും എല്ലാ പരിപാടിയും ക്ലിനിക്കിലാണ്. ഡോക്ടേഴ്സ് ചെക്കപ്പ് എല്ലാം ചെയ്യുന്നത് ക്ലിനിക്കിലാണ്. ആദ്യം ചെല്ലുമ്പോഴേ നമുക്കൊരു ഫാമിലി ഡോക്ടർ ഉണ്ടാവണം. ഒരുപാട് ഡോക്ടേഴ്സിനെ കാണാൻ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ആയിട്ട് പ്രീ അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോയിൻമെൻറ്റ് ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റത്തില്ല ഡോക്ടേഴ്സിനെ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എമർജൻസി ആയിട്ട് നമുക്ക് പനിയാണ്, ജലദോഷമാണ് എന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മൽ, ചീറ്റൽ എന്നൊക്കെ പറയാൻ നമുക്ക് വാക്ക് ഇൻ ക്ലിനിക് ഉണ്ട്. അപ്പോൾ നമുക്ക് വാക്ക് ഇൻ ക്ലിനിക്കിൽ പോവാം. അപ്പോൾ അവിടെ ഏത് ഡോക്ടറാണോ ഉള്ളത് ആ ഡോക്ടറായിരിക്കും നമ്മൾ കാണുന്നത്. അല്ലാതെ നമ്മുടെ ഡോക്ടർ ആയിരിക്കുകയല്ല നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. ആ വാക്കിനിൽ അപ്പം ഇരിക്കുന്ന ഡോക്ടറായിരിക്കും അറ്റൻഡ് ചെയ്യുന്നത്. നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്ത്, എക്സ്റേ ചെക്ക് ചെയ്ത്, CT ഒക്കെ ചെക്ക് ചെയ്ത് ഒരിക്കലും അവർ നമുക്ക് റിപ്പോർട്ട് തരത്തില്ല. എന്നാ അതിനകത്തുള്ളതെന്ന് നമ്മളോട് അവർ പറയത്തില്ല. പോയോ? അവർ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ യു ഹാവ് ടു ടേക്ക് അപ്പോയിൻമെൻറ്റ്, വി ഹാവ് ടു ടേക്ക് അനദർ അപ്പോയിൻമെൻറ്റ് വിത്ത് അവർ ഡോക്ടർ. നമ്മൾ പിന്നീട് വരുന്ന ദിവസങ്ങളിൽ ഡോക്ടറുമായിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കുക, പിന്നെ നമ്മുടെ റിപ്പോർട്ട് ഡിസ്കസ് ചെയ്യുക. അങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പിന്നെ റിപ്പോർട്ട് എന്തെങ്കിലും അബ്നോർമൽ ആണെങ്കിൽ ഉടനെ ഡോക്ടേഴ്സിൻ്റെ ഓഫീസിൽ നിന്ന് നമുക്ക് കോൾ വരും. അങ്ങനെ നമ്മൾ ഡോക്ടറിനെ പോയി കാണുക അബ്നോർമൽ ആണെങ്കിൽ. അല്ലാതെ അബ്നോർമൽ അല്ല നോർമൽ ആണെങ്കിൽ അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യത്തില്ല. പിന്നെ നമുക്കൊന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു അപ്പോയിൻമെൻറ്റ് എടുക്കുക, പിന്നെ ഡോക്ടറിനെ പോയി കാണുമ്പോഴാണ് അറിയുന്നത് നമ്മുടെ റിപ്പോർട്ട് എങ്ങനെയാണെന്നൊക്കെ.
കാര്യം. പിന്നെ നമ്മൾ മെഡിസിൻ വാങ്ങിക്കാൻ പോകുന്നത് ഹോസ്പിറ്റലിൽ ഫാർമസി ഇല്ല. ഹോസ്പിറ്റലിൽ ഫാർമസി ഉണ്ട്, പക്ഷേ ഹോസ്പിറ്റലിൽ ഫാർമസി എന്ന് വെച്ചാൽ ഇൻ പേഷ്യൻസിന് മാത്രമേ ഉള്ളൂ. നമുക്ക് വെളിയിൽ നിന്നുള്ള ഔട്ട് പേഷ്യൻസിനൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത് ഫാർമസി, അതായത് വാൾമാർട്ട് അങ്ങനെ ചില ഫാർമസി ഏരിയാസൊക്കെ ഉണ്ട്. സൂപ്പർ സ്റ്റോറിലൊക്കെയാണ്, സൂപ്പർ മാർക്കറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അവിടെ നിന്നാണ്. അവിടെ അതിനകത്ത് തന്നെ ഫാർമസി ഉണ്ട്. അവിടെ പോയാണ് നമ്മുടെ പ്രിസ്ക്രിപ്ഷനൊക്കെ കൊടുത്ത് നമ്മൾ മെഡിസിൻ അവിടെ നിന്ന് വാങ്ങിക്കണം. ഡയറക്റ്റ് നമ്മൾ ഏത് ഷോപ്പിലാണ് നമ്മൾ സാധാരണ പോകാറെന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് തന്നെ അവിടുന്ന് ഡയറക്റ്റ് തന്നെ ഇലക്ട്രോണിക്കലായിട്ട് പ്രിസ്ക്രിപ്ഷനൊക്കെ എഴുതി കൊടുക്കും. പിന്നെ നമ്മൾ അവിടെ കൊടുത്ത് നമ്മുടെ ഹെൽത്ത് കാർഡും നമ്മുടെ പേരും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മെഡിസിൻ കിട്ടും. പിന്നെയെന്ന് പറയുമ്പം എമർജൻസി, ഹോസ്പിറ്റലിലെ എമർജൻസി എന്ന് പറയുമ്പോൾ ക്ലിനിക്കിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം, ക്ലിനിക്കൽ ടൈമൊക്കെ നോർമലി 8 മണി വരെ ഉണ്ടാകത്തുള്ളൂ ക്ലിനിക് ടൈമൊക്കെ, വാക്ക്-ഇൻ ക്ലിനിക്കൊക്കെ. അപ്പോൾ ആ സമയം കഴിഞ്ഞ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ എമർജൻസി ആണെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് എമർജൻസിയിലായിരിക്കും, ഹോസ്പിറ്റലിലെ എമർജൻസിയിൽ നമുക്ക് അങ്ങനെ പോകാം. പിന്നെയെന്ന് പറഞ്ഞാൽ ആംബുലൻസ്. ഇവിടെ എന്ത് പ്രശ്നം നമുക്കുണ്ടായാലും നമുക്ക് ഉടനെ തന്നെ 911 വിളിക്കാം. പെട്ടെന്ന് തന്നെ ആംബുലൻസ് വരും കേട്ടോ. വിത്തിൻ സെക്കൻഡ് 5 മിനിറ്റിനുള്ളിൽ അവരിവിടെ എത്തിയിരിക്കും. പിന്നെ നമുക്ക് അവർ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ് നമ്മുടെ വീട്ടിൽ തന്നെ തരും. അങ്ങനെ റിലീവ് ആയില്ലേ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ആംബുലൻസിൽ കൊണ്ടുപോകും. ആംബുലൻസിന് പക്ഷേ ഫീ ഉണ്ട്, ഒരു $100 എങ്ങാണ്ടാണ്. ഹെൽത്ത് എല്ലാം റെസ്പോണ്ടിങ് എല്ലാം നല്ല ഫാസ്റ്റ് ആൻഡ് ഫ്യൂറിയസ് ആയിട്ട് പോകുന്നുണ്ട്. ഇത്രയാണ് സസ്കാച്ചുവൻ ഹെൽത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. So see you tomorrow. Bye bye. There's some kind of blocks, and it's hard to get out. See?